Hi all. In this video session we are going to discuss about new topic, that is Euler's torsion function. So this Euler's torsion function is useful when we are discussing Euler's theorem in the upcoming sessions. So ഇത് പഠിക്കുന്നതിന് മുന്നേ ആയിട്ട് we have to know about the idea what is coprime. Coprime, or we can call it as relative prime. ഓക്കെ, റിലേറ്റീവ് പ്രൈം എന്ന് നമുക്കിന്നെ വിളിക്കാം. സോ രണ്ട് നമ്പേഴ്സ് കോപ്രൈം ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ജി സി ഡി ഓഫ് ദാറ്റ് ടു നമ്പേഴ്സ്. If the GCD of two numbers is equal to 1, then I can say that it is coprime or relative prime to each other. Okay, so we know that what is GCD, that is greatest common divisor. Here in this example, the given example is 42 and 55. First step, we have to find out the GCD of 42 and 55. For that 42ൻ്റെ ഫാക്ടേഴ്സ് എഴുതുക. 42ൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ 1 2 3 6 7 14 21 and 42. Whereas 55 എന്ന് പറയുന്നത് 1 5 11 55 മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് രണ്ടു പേർക്കും കോമൺ ആയിട്ടുള്ളത് 1 ആണ്. So I can say that GCD of 42 and 55 is 1. Then we can say that 42 and 55 are coprime numbers. So നമ്മുടെ torsion function എന്താണെന്ന് വെച്ചാൽ, suppose torsion function is normally denoted as phi of n. phi of n എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പം ഞാനൊരു ടോയ്ഷൻ ഫംഗ്ഷൻ എടുക്കുകയാണ്. ഒരു n എന്ന് പറയുന്നത് 1 അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കണം. സോ ലെറ്റ് n എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, ഇവിടെ നോക്കിക്കോളൂ. ഇവിടെ ഫൈ ഓഫ് n എന്ന് പറയുന്നതിനകത്തുള്ള n എന്ന് പറയുന്നത് ഷുഡ് ഓൾവേസ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. സോ ഞാനിവിടെ n എന്ന് പറഞ്ഞിട്ട് ഒരു 4 എന്ന് പറഞ്ഞ നമ്പർ എടുക്കുകയാണ്. സപ്പോസ് n ഈക്വൽ ടു 4. സോ വാട്ട് ഈസ് 5 ഓഫ് 4 എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ 4ൻ്റെ തൊട്ട് മുന്നേ വരെയുള്ള നമ്പേഴ്സ് യൂസ് ചെയ്ത് ഞാനൊരു സെറ്റ് ഉണ്ടാക്കും. ഓക്കെ, 4 തൊട്ട് മുന്നേ എന്ന് പറയുമ്പം 3. ദാറ്റ് മീൻസ് സ്റ്റാർട്ടിങ് ഫ്രം 1 2 3 ഇത് ഒരു സെറ്റ്. ഈ സെറ്റിനകത്ത് കിടക്കുന്ന ഓരോ ആൾക്കാരെയും ഞാൻ 4 എന്ന, അതായത് എൻ്റെ ഇവിടെ n ആയിട്ട് കൊടുത്തിരിക്കുന്ന 4 വെച്ചിട്ടുള്ള ജി സി ഡീസ് ഫൈൻഡ് ഔട്ട് ചെയ്യും. ദാറ്റ് മീൻസ് ഫസ്റ്റ് ഐ വിൽ ഫൈൻഡ് ഔട്ട് ജി സി ഡി ഓഫ് 4,1. 4,1ൻ്റെ ജി സി ഡി എന്താണ്? 1 തന്നെയാണ്. നെക്സ്റ്റ് ജി സി ഡി ഓഫ് അടുത്ത ആളിനെ എടുക്കും. ഏതാണ്? 4,2 എടുക്കും. 4,2 എടുക്കുമ്പോൾ 4 എന്ന് പറയുന്നത് എൻ്റെ ഫാക്ടേഴ്സ് 1 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്. 2 എന്ന് പറയുന്നതിൻ്റെ ഫാക്ടേഴ്സ് 1 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്. ഓക്കെ, ബട്ട് ഇവിടെ കോമൺ ആയിട്ട് 1 വരുന്നുണ്ട്. ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഓഫ് 4 and 2 ഈസ് 2 ആണ്. അപ്പോൾ എനിക്കത് എടുക്കാൻ പറ്റില്ല. ഓക്കെ, 2 ആണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ ജി സി ഡി ഓഫ് 4,1 എന്ന് പറയുന്നത് 1ഉം ജി സി ഡി ഓഫ് 4,2 എന്ന് പറയുന്നത് 2 ആണ്. നെക്സ്റ്റ് I will find out GCD of 4,3. അപ്പോൾ 4ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 4ൻ്റെ ഫാക്ടേഴ്സ് 1 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്. 3യുടെ ഫാക്ടേഴ്സ് 1 ഉണ്ട്, 3 ഉണ്ട്. സോ വിച്ച് ഇസ് ദ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ? 1 ഇസ് ദ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഫോർ GCD 4,3. സോ ഇങ്ങനെ ജി സി ഡി കണ്ടുപിടിക്കുമ്പോൾ ഏതൊക്കെ നമ്പേഴ്സ് എടുത്തപ്പോഴാണ്, എത്ര നമ്പേഴ്സ് എടുത്തപ്പോഴാണ് കോപ്രൈം ആയിട്ട് വന്നതെന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ കോപ്രൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ജി സി ഡി ഓഫ് 2 നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് എന്താണ്? ജി സി ഡി ഓഫ് 4,1 എന്ന് പറയുന്നതും 1 എന്ന് കിട്ടി. സോ കൗണ്ട് ചെയ്യണം. ഇത് ഫസ്റ്റ് 1. അടുത്തത് വീണ്ടും ജി സി ഡി ഓഫ് 4,2 എനിക്ക് 2 ആണ് കിട്ടി, അപ്പോൾ എടുക്കാൻ പറ്റില്ല. ജി സി ഡി ഓഫ് 4,3 എത്രയാണ്? 1 ആണ്. അപ്പോൾ ഇത് സെക്കൻഡ് ടൈമും വന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് 5 ഓഫ് 4 എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എത്രയാണ്? 2 എന്ന് പറയും. കൗണ്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, സോ ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക. 5 ഓഫ് n for n greater than or equal to 1 is defined as the number of positive integers
ഇത് നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്. ആ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഏതാണ് ഞാൻ എടുക്കുന്നത്? ലെസ് ദാൻ n. ദാറ്റ് മീൻസ് 1 എക്സെട്ര അപ് ടു n-1 വരെയുള്ള പോസിറ്റീവ് ഇൻറ്റിജേഴ്സിനകത്ത് അവരുടെ ആ ലിസ്റ്റ്, ആ സെറ്റും ഇനി n എന്ന് പറയുന്ന നമ്പറും കൂടി തമ്മിൽ ഓരോ ആൾക്കാരും തമ്മിൽ ഞാൻ എന്ത് ചെയ്യും? കോപ്രൈം നോക്കും. എത്ര നമ്പേഴ്സിനാണോ കോപ്രൈം കിട്ടുന്നത്, ദ നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ലെസ് ദാൻ n ദാറ്റ് ആർ കോപ്രൈം ടു n. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? phi of n എന്ന് വിളിക്കുക. ഓക്കെ, ഹിയർ ദ ഗിവൺ എക്സാമ്പിൾ ഈസ് 5 ആണ്. ദാറ്റ് മീൻസ് 5 ഓഫ് 5 ആണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. സോ 5 ഓഫ് 5 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യമേ ലെസ് ആയിട്ടുള്ള, അതായത് 5ൻ്റെ ലെസ് ആയിട്ടുള്ള തൊട്ട്, അതായത് ഇത് 5 ഈക്വൽ ടു n ആണെങ്കിൽ ഞാൻ n-1 വരെയുള്ള ഫസ്റ്റ് ഒരു സെറ്റ് ഉണ്ടാക്കും. ആ സെറ്റ് ഏതൊക്കെയാണ്? 1 2 3 4 ആണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? ഈ ഓരോ n എന്ന് പറയുന്നത് ഇവിടെ 5 ആണല്ലോ, n ഈസ് ഈക്വൽ ടു 5. അപ്പോൾ ഈ 5ഉം 1ഉം തമ്മിൽ ഞാൻ കോപ്രൈം ആണോ എന്ന് നോക്കും, 5ഉം 2ഉം തമ്മിൽ കോപ്രൈം ആണെന്ന് നോക്കും, 5ഉം 3ഉം തമ്മിൽ നോക്കും, 5ഉം 4ഉം തമ്മിൽ നോക്കും. എന്നിട്ട് കോപ്രൈംസിൻ്റെ കൗണ്ടാണ് ഞാൻ അവിടെ എടുക്കുന്നത്. ഓക്കെ, ഇനി വരുന്നത്, അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, GCD ഓഫ് 5,1 എഴുതി. ഓക്കെ, GCD ഓഫ് 5,1 ഇസ് നത്തിങ് ബട്ട് 1 തന്നെയാണ്. ഇനി GCD ഓഫ് 5,2 ഇസ് നത്തിങ് ബട്ട് 1 ആണ്. GCD ഓഫ് 5,3 is also 1 and GCD of 5,4 is also 1. So I can say that phi of, that means torsion function of number 5 or integer 5 is equal to 4 എന്ന് പറയാം. സോ ലൈക്ക്വൈസ് 5 ഓഫ് 3യും ചെയ്തിട്ടുണ്ട്. ഇനി 5 ഓഫ് 6 ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറ്റുന്നത്? 5 ഓഫ് 6 ഇവിടെ ചെയ്ത് നോക്കാം. 5 ഓഫ് 6 കണ്ടുപിടിക്കണമെങ്കിൽ 5 ഓഫ് 6, അപ്പോൾ ആദ്യമേ അതിൻ്റെ സെറ്റ് എഴുതുക. സെറ്റ് എന്ന് പറയുന്നത് n-1 വരെയുള്ള, ഇവിടെ n 6 ആകുമ്പോൾ 1 2 3 4 5 വരെയുള്ള സെറ്റ് ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം? GCD ഓഫ് 6,1 ആദ്യമേ ചെയ്ത് നോക്കും. GCD ഓഫ് 6,1 എത്രയാണ്? 1 തന്നെയാണ്. നെക്സ്റ്റ് GCD ഓഫ് 6,2 ചെയ്ത് നോക്കും. അപ്പോൾ 6ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 6 ഉണ്ട് അല്ലേ? ഇനി 2ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1ഉം ഉണ്ട്, 2 ഉണ്ട്. സോ ഇവരുടെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഓഫ് 6 and 2 is 2 ആണ്. ഓക്കെ, നെക്സ്റ്റ് GCD ഓഫ് 6,3 ചെയ്ത് നോക്കും. സോ 6ൻ്റെ ഫാക്ടേഴ്സ് 1, 2, 3, 6 ആണ്. 3യുടെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1, 3 ആണ്. സോ ദ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഹിയർ ഈസ് 3 ആണ്. ഓക്കെ, നെക്സ്റ്റ് GCD ഓഫ് 6,4. We know that the factors of 6 is 1, 2, 3, 6. And what are the factors of 4? 1, 2 and 4. So I have to say that the GCD of 6,4 is nothing but 2 ആണ്. Okay, next GCD of 6,5 ചെയ്ത് നോക്കാം. അപ്പോൾ 6 ഏതൊക്കെയാണ്? 1, 2, 6ൻ്റെ ഫാക്ടേഴ്സ് 1, 2, 3, 6 ആണ്. 5ൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ 1 ഉണ്ടാകും, 5 ഉണ്ടാകും, പ്രൈം നമ്പർ അല്ലേ, 1ഉം 5ഉം മാത്രം. സോ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഈസ് നത്തിങ് ബട്ട് 1. അപ്പോൾ എത്ര പേർക്ക്, അപ്പം എൻ്റെ സെറ്റ് കഴിഞ്ഞു, അപ്പോൾ എത്ര പേർക്ക് ഇതിൻ്റെ ഉള്ളിൽ 1 എന്ന് പറയും കോപ്രൈമായി? എത്രയാണ്? ഇവിടെ ഒരു കോപ്രൈം 1 വന്നിട്ടുണ്ട്, ഇവിടെ വേറൊരു കോപ്രൈം 1 വന്നിട്ടുണ്ട്. സോ ഐ ക്യാൻ സേ ദാറ്റ് ദ ടോയ്ഷൻ ഫങ്ഷൻ ഓഫ് നമ്പർ 6 ഈസ് നത്തിങ് ബട്ട് 2. ഓക്കെ, ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഇനി അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇനി വേറൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, നമുക്ക് തന്നിരിക്കുന്ന നമ്പർ ഈസി ആയിട്ട് കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ്. തന്നിരിക്കുന്ന നമ്പർ n എന്ന് പറയുന്നത്, ഗിവൺ നമ്പർ ഇസ് പ്രൈം ആണെങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസി ടു ഫൈൻഡ് ഔട്ട് ദി ടോയ്ഷൻ ഫങ്ഷൻ ഓഫ് കറസ്പോണ്ടിങ് n. അതെങ്ങനെയാണ് നോക്കേണ്ടതെന്ന് വെച്ചാൽ n-1 ആയിരിക്കും. ഇപ്പോൾ തന്നിരിക്കുന്നത് നമ്പർ 5 ഓഫ് n-നകത്ത് ഈ n എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന നമ്പർ പ്രൈം നമ്പർ ആണെങ്കിൽ, ഒരു പ്രൈം നമ്പർ ആണെങ്കിൽ ആ ടോയ്ഷൻ ഫങ്ഷൻ ഓഫ് n എന്ന് പറഞ്ഞാൽ ആ പ്രൈം നമ്പർ -1 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ടോയ്ഷൻ ഫങ്ഷൻ ഓഫ് 5 നമ്മുടെ അടുത്ത് ചോദിച്ചില്ലായോ?
അപ്പോൾ 5 നമ്മുടെ ടോയ്ഷൻ ഫംഗ്ഷൻ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയെന്ന് നോക്കാം. അപ്പോൾ 5 എന്ന് പറയുന്നത് ദ ഗിവൺ നമ്പർ n, ദാറ്റ് മീൻസ് 5 ഈസ് എ പ്രൈം നമ്പർ, സോ ദ ടോയ്ഷൻ ഫംഗ്ഷൻ ഇസ് 4. സോ ടോയ്ഷൻ ഫംഗ്ഷൻ ഓഫ് 5 ഓഫ് 5 ഈസ് 4 ആണ്. അതുപോലെ തന്നെ അതായത് എവിടം വരെ വരും? 1, 2, 3, 4. ഇത് ഇത്ര പേരുടെയും എന്താണ് തമ്മിലുള്ള GCD എടുത്തു കഴിഞ്ഞാലും കോപ്രൈം ആയിരിക്കും വരുന്നത്. നെക്സ്റ്റ്, ഇഫ് n ഇസ് ഈക്വൽ ടു 7 ആണെങ്കിൽ ഏതൊക്കെയായിരിക്കും സെറ്റ്? ഏതൊക്കെ സെറ്റിൽ? അതായത് 6 നമ്പേഴ്സ് ഉണ്ടായിരിക്കും. 6 നമ്പേഴ്സ് ആണ്. അതായത് 1-ൽ കോപ്രൈം ആയിരിക്കും, 2-ലും കോപ്രൈം ആയിരിക്കും, 3, 4, 5 എക്സെട്ര അപ് ടു 6 വരെ അതെന്തായിരിക്കും? കോപ്രൈം ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് വേറൊരു കണ്ടീഷൻ. ഇഫ് ദ ഗിവൺ നമ്പർ n is prime, then it is easy to find out the Tauschen function of number n. നെക്സ്റ്റ്, അടുത്തത് ടോയ്ഷൻ ഫംഗ്ഷൻ ഓഫ് a into b. എയും ബിയുടെയും ടോയ്ഷൻ ഫംഗ്ഷൻ. ഇഫ് ദ ഗിവൺ എ ബി എന്ന് പറയുന്ന രണ്ട് നമ്പേഴ്സും ഈ പറയുന്നത് പോലെ പ്രൈം നമ്പേഴ്സിനകത്തേക്ക് എനിക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈസി ടു ഫൈൻഡ് ഔട്ട്. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ഇപ്പോൾ തന്നിരിക്കുന്നത് 5 of 35 ആണല്ലേ. 5 of 35-നെ എനിക്ക് രണ്ട് പ്രൈം നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനായിട്ട് എഴുതാൻ പറ്റും. അതായത് എങ്ങനെ എഴുതാൻ പറ്റും? 5 of ഈ 35-നെ 7 into 5 എന്ന് എഴുതാം. where 7 is a prime and 5 is a prime. So I can rewrite like this: 5 of 7 into 5 of 5. 5 of 7 എന്ന് പറഞ്ഞാൽ 7 പ്രൈം നമ്പർ ആയത് കാരണം 5 of 7 എത്രയായിരിക്കും? 6 ആയിരിക്കും. ഇൻറ്റു ഇത് എത്രയായിരിക്കും? 4 ആയിരിക്കും, which is equal to 24. So I can say that Tauschen function of number 35 is nothing but 24. Okay. ഇനി വേറൊരു ഫോമിൽ തന്നു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ 5 ഓഫ് ഈ ഒരു രീതിയിൽ 5 ഓഫ് പി റൈസ് ടു ഇ എന്ന് പറയുന്ന ഫോമിലാണ് തന്നിരിക്കുന്നതെങ്കിൽ, അതായത് പി എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പറിൻ്റെ പവർ ഇ എന്ന് പറയുന്ന ഏത് നമ്പർ ഓഫ് ഇൻഡിജേഴ്സ് ആകാം, ഏത് ഇൻഡിജേഴ്സ്, എനി ഇൻഡിജർ. ഓക്കെ, സോ ഐ ക്യാൻ സേ ദാറ്റ് 5 ഓഫ് പി റൈസ് ടു ഇ ആണെങ്കിൽ എൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്: പി റൈസ് ടു ഇ മൈനസ് പി റൈസ് ടു ഇ മൈനസ് 1. എക്സാമ്പിൾ തന്നിരിക്കുന്നത് 5 ഓഫ് 49 ആണെന്ന് വിചാരിക്കാം. ഈ 49-നെ എനിക്ക് പ്രൈം നമ്പറിൻ്റെ പവറിൽ എഴുതണം. സോ എനിക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? 5 ഓഫ് 7 സ്ക്വയർ എന്ന് എഴുതിക്കൂടായോ? 49 ഈസ് നത്തിങ് ബട്ട് 5 ഓഫ് 7 സ്ക്വയർ, വിച്ച് ഈസ് ഇൻ ദ ഫോം. ഇപ്പോൾ ഏത് ഫോമിലേക്കായി? 5 ഓഫ് പി റൈസ് ടു ഇ, വേർ പി എന്ന് പറയുന്നത് എത്രയാണ്? 7-ഉം ഇ എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. ഓക്കെ, അപ്പോൾ എനിക്കിനി എങ്ങനെ എഴുതാം? പി റൈസ് ടു ഇ എന്ന് പറഞ്ഞാൽ എത്രയാണ്? പി റൈസ് ടു ഇ എന്ന് പറയുന്നത് 7 സ്ക്വയർ ആണല്ലേ, മൈനസ് പി എത്രയാ? 7. ഇ മൈനസ് 1 എന്ന് പറയുമ്പം ഇ എത്രയാണ് ഇവിടെ? 2 ആണ്. 2 മൈനസ് 1 എന്ന് പറയുന്നത് 1. സോ ഐ ക്യാൻ സേ ദാറ്റ് 49 മൈനസ് 7. 49 മൈനസ് 7 ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? 43 അല്ലേ, 42 അല്ലേ, 42 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അതാണ് ഈ കിടക്കുന്നത്. ഓക്കെ, ഇപ്പോൾ 3 കാര്യങ്ങളാണ് ടോയ്ഷൻ ഫംഗ്ഷനിൽ നമ്മൾ മെയിനായിട്ട് എന്താണ് ടോയ്ഷൻ ഫംഗ്ഷൻ, അതിൽ കണ്ടുപിടിക്കുന്ന രീതി പറഞ്ഞു തന്നു. എന്നിട്ട് 2 കണ്ടീഷനും പറഞ്ഞു തന്നു. തന്നിരിക്കുന്ന നമ്പർ പ്രൈം ആണെങ്കിൽ കണ്ടുപിടിക്കുന്നതും, അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിനെ ആ നമ്പറിനെ 2 പ്രൈം നമ്പറിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് കണ്ടുപിടിക്കാം. അതുപോലെ തേർഡ് എന്ന് പറയുന്നത് പ്രൈം നമ്പറിൻ്റെ പവറിൽ വരുവാണെങ്കിൽ, ഓക്കെ, പവർ ഓഫ്, അതായത് p is a prime number and e is any kind of an integer, then 5 of p raised to e is equal to p raised to e minus p raised to e minus 1. Okay, so ഇനിയുള്ളത് ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ്. ഓക്കെ, ഇതെല്ലാം നമ്മൾ പിന്നീടും അങ്ങോട്ടേക്ക് പഠിക്കും. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സൊക്കെ ഈ പറഞ്ഞ GCD തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന നോർമൽ മെത്തേഡിലാണ് പറഞ്ഞു പോയത്. അപ്പോൾ GCD ഓഫ് എനി 2 നമ്പേഴ്സ് ക്യാൻ ബി ഫൈൻഡ് ഔട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ യൂക്ലിഡിയൻ അൽഗോരിതം. ആൻഡ് ഓൾസോ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സാണ് നമ്മൾ അടുത്തത് പഠിക്കുന്നത്. ഒരു കോൺഗ്രുവൻറ്റ് തന്നിരുന്നാൽ അതിൻ്റെ ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണാൻ പറയുവാണെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട്, നമുക്ക് വേറൊരു രീതിയിൽ കണ്ടുപിടിക്കാം. അതേപോലെ തന്നെ നമുക്ക് എക്സ്റ്റെൻഡഡ് യൂക്ലിഡിയൻ അൽഗോരിതം യൂസ് ചെയ്തിട്ട് ഈ പറയുന്ന മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. അതൊക്കെ ലാസ്റ്റാണ്, നമ്മുടെ ക്ലാസ്സിൻ്റെ അവസാനമാണ് നമ്മൾ പറയുന്നത് ഈ മൊഡ്യൂളിൻ്റെ. സോ നെക്സ്റ്റ് ടോപ്പിക് ഈസ് അവർ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ഇതിനകത്ത് 2 റൂളാണ് പറയുന്നത്. റൂൾ നമ്പർ 1 എന്ന് പറഞ്ഞാൽ
നമുക്ക് അതായത് ഈ ഒരു മോഡ് ഇതാണ് എടുക്കുന്നത് കേട്ടോ. അതായത് എക്സ് കോൺഗ്രുവൻറ്റ് നോട്ട് കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് n എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. ഓക്കെ, അതായത് ഈ തന്നിരിക്കുന്ന n പ്രൈമാണ് എങ്കിൽ, തന്നിരിക്കുന്ന നമ്പർ പ്രൈമാണ് എങ്കിൽ എൻ്റെ ഈ എക്സിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണണം. ഓക്കെ, എക്സിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് കാണേണ്ടത്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണണം എന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന, അതായത് എനിക്ക് ഈ ഒരു ഇക്വേഷനിൽ തന്നിരിക്കുന്ന എന്നിൻ്റെ വാല്യൂ പ്രൈം ആണെങ്കിൽ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എന്നിനൊപ്പം എനിക്ക് ഈ പറയുന്ന ഇക്വേഷനെ ഇങ്ങനെ റീറൈറ്റ് ചെയ്യാം. ഇപ്പോൾ എക്സ് നോട്ട് കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് എന്നിനെ എനിക്ക് എങ്ങനെ റീറൈറ്റ് ചെയ്യാം? എക്സിൻ്റെ കൂട്ടത്തിൽ എക്സ് ആണല്ലോ കോൺഗ്രുവൻ്റ് ആവുന്നത്, നോട്ട് കോൺഗ്രുവൻ്റ് ആവുന്നത്. അതേസമയം എക്സിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ ഇക്വേഷൻ ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് n ആകുന്നു. ഓക്കെ, 1 മോഡ് n ആകുന്നു. ഇഫ് n പ്രൈം ആണെങ്കിൽ മാത്രമാണ്. ഇങ്ങനെ ആകണം എന്നുണ്ടെങ്കിൽ, അതായത് ഇവിടെ വരുന്ന ഏതോ ഒരു നമ്പറിനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ്, എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ നമ്പറിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് റിമൈൻഡർ എത്ര വരണം? 1 വരണം. അത്തരത്തിലുള്ള ഒരു y വേണം കണ്ടുപിടിക്കാനായിട്ട്. അങ്ങനെയാണ് എങ്കിൽ എനിക്ക് പറയാം y ഈസ് ദി മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് എക്സ്. എക്സിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് y എന്ന് എഴുതാം. അപ്പോൾ എനിക്ക് എങ്ങനെ റീറൈറ്റ് ചെയ്യാൻ പറ്റും? ഈ പറയുന്നതിന് y ഈസ് കോൺഗ്രുവൻറ്റ് ടു എക്സ് ഇൻവേഴ്സ് മോഡ് n എന്ന് കണ്ടുപിടിക്കാം, എനിക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഇക്വേഷൻ, അതായത് എക്സ് നോട്ട് കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് n, ഇഫ് n is prime, I can rewrite it as എക്സ് ഇൻറ്റു വൈ ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് n. അതായത് എക്സിൻ്റെ കൂടെ y എന്ന് പറയുന്ന നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് ഞാൻ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് റിമൈൻഡർ എന്ത് കിട്ടുന്നു? 1 കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ഐ ക്യാൻ സേ ദാറ്റ് y ഈസ് ദി മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയാം. സോ ഐ ക്യാൻ റീറൈറ്റ് ദിസ് ഇക്വേഷൻ ആസ് y ഈസ് കോൺഗ്രുവൻറ്റ് ടു എക്സ് ഇൻവേഴ്സ് മോഡ് n. ഞാനിവിടെ ഒരു ഇക്വേഷൻ, ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്ന ഇതാണ്. 3 ഈസ് നോട്ട് കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് 5. 3 എന്ന് പറയുന്നത് എന്താണ്? മോഡ്, അതായത് 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും 0 കിട്ടുന്നില്ല അല്ലേ? 3നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും 0 കിട്ടുന്നില്ല. അപ്പോൾ എനിക്ക് ഇതിനെ ഞാൻ വേറെ രീതിയിൽ എഴുതാൻ പോകണേ. 3ൻ്റെ കൂട്ടത്തിൽ ഞാൻ ഏതോ ഒരു നമ്പറിനെ, ഫോർ എക്സാമ്പിൾ 3 ഇൻറ്റു വൈ, 3 ഇൻറ്റു വൈ, അതായത് 3ൻ്റെ കൂട്ടത്തിൽ ഞാൻ y എന്ന് പറയുന്ന ഏതോ ഒരു നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവണം? എനിക്കിവിടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ നമ്പറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്കിവിടെ റിമൈൻഡർ എന്ത് വരണം? 1 വരണം. അങ്ങനെ വരുന്ന നമ്പർ ഏതാണ് ഇവിടെ എഴുതാൻ പറ്റുക? 3യുടെ കൂട്ടത്തിൽ ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എനിക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടുന്നത്? അതായത് 3 ഇൻറ്റു വൈ when divided with 5 should gives the remainder 1. അപ്പോൾ 3ൻ്റെ കൂട്ടത്തിൽ ആരെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 3 ഇൻറ്റു 2 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 5. അതായത് ഇവിടെ 6 കിട്ടത്തില്ലേ? 6 കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 5 അല്ലേ? 6 when divided by 5 we are getting the remainder 1. സോ ഇങ്ങനെയാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് പറയാം? What is the inverse of 3? So I can say that 2 is the multiplicative inverse of number 3 എന്ന് പറയാം. Then 2 is the multiplicative inverse of 3. ഇതാണ് ഒരു റൂൾ. ആദ്യത്തെ റൂളിൻ്റെ കണ്ടീഷൻ എന്താ പറഞ്ഞത്? The given n should be prime ആയിരിക്കണം. ഇനി രണ്ടാമത്തെ കേസാണ്. രണ്ടാമത്തെ റൂള് തന്നിരിക്കുന്ന, അതായത് നമ്മൾ എടുത്ത മോഡുലോ n എന്ന് പറഞ്ഞാൽ n എന്ന് പറയുന്നത് പ്രൈം അല്ല എങ്കിൽ നെക്സ്റ്റ് ഐ ഹാവ് ടു ചെക്ക് വെദർ ദി എക്സ് ആൻഡ് എൻ കോപ്രൈം ആണോ എന്ന് നോക്കണം. ഓക്കെ, തന്നിരുന്ന ഇപ്പോൾ ഇങ്ങനെയല്ല എൻ്റെ ഇക്വേഷൻ പോകുന്നത്. എൻ്റെ ഇക്വേഷൻ ഇതാണ്: എക്സ് ഈസ് കോൺഗ്രുവൻറ്റ് ഓർ നോട്ട് കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് n. കോൺഗ്രുവൻറ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇൻവേഴ്സ് കാണണം. ഇൻവേഴ്സ് കാണുമ്പോൾ ഈ പറയുന്നത് പോലെ എക്സിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഏതോ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് 1 മോഡ് n എന്ന് പറയണം.
ഈ n എന്ന് പറയുന്നത് പ്രൈം നമ്പർ അല്ല. പ്രൈം നമ്പർ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ അറിയാം. പ്രൈം നമ്പർ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് ഈ എക്സും ഈ എന്നും കോപ്രൈംസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. കോപ്രൈംസ് എന്ന് പറഞ്ഞാൽ അവരുടെ രണ്ടുപേരുടെയും GCD എടുക്കുമ്പോൾ, അതായത് എക്സിൻ്റെയും എന്നിൻ്റെയും GCD എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 1 കിട്ടണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇക്വേഷൻ വെച്ചിട്ട് നമ്മുടെ ഈ നേരത്തെ ചെയ്ത അതേ കണ്ടീഷൻ എനിക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ. ഈ ഒരു എക്സാമ്പിളിനകത്ത് അവർ തന്നിരിക്കുന്നത് ഇതാണ്: 5 ഈസ് നോട്ട് കോൺഗ്രുവൻറ്റ് ടു 0 mod 9. ഓക്കെ, 5 ഈസ് നോട്ട് കോൺഗ്രുവൻറ്റ് ടു 5നെ എനിക്ക് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നോക്കിക്കേ, അപ്പോൾ എന്താണ് ഇവിടെ 9 ആദ്യമേ നമ്മൾ ചെക്ക് ചെയ്യും. 9 പ്രൈം നമ്പർ ആണ് അല്ല, അപ്പോൾ റൂൾ നമ്പർ 1 പറ്റില്ല. അപ്പോൾ റൂൾ നമ്പർ 2 നോക്കാം. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ GCD ഓഫ് 9ൻ്റെയും 5ൻ്റെയും GCD കണ്ടുപിടിക്കണം. സോ GCD ഓഫ് 5,9 എത്രയാണെന്ന് നോക്കുക. 5ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1ഉം 5ഉം. 3യുടെ ഫാക്ടേഴ്സ് 9ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1, 3, 9. So which is the greatest? So what is the greatest common divisor? That is 1. So I can say that GCD of 5,9 is 1. So it is coprime. Coprime ആണെങ്കിൽ എനിക്കിനി അടുത്ത സ്റ്റെപ്പ് എഴുതാം. 5ൻ്റെ കൂട്ടത്തിൽ ഏതോ ഒരു നമ്പറിനെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് എഴുതാം? ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod 9 എന്ന് എഴുതാം. ഏതാ നമ്പർ? 5ൻ്റെ കൂട്ടത്തിൽ ഏത് ചെയ്യുമ്പോഴാണ്? 5 into 2 ചെയ്യുമ്പോൾ ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod 9 കിട്ടും. സോ വാട്ട് ഈസ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് 5? 2 ഈസ് ദി മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് 5. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണുന്നത്. നമുക്ക് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഇത് സിമ്പിളായിട്ട് ഈ 2 റൂളുകൾ ഓർത്തിരിക്കാം. സോ ഇന്നത്തേക്ക് ഇത് മതി. ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് we can discuss Euler's theorem or Fermat's theorem. Anyways, okay, ഏതാണെന്ന് വെച്ചാൽ നമുക്ക് അപ്പോൾ നോക്കാം. താങ്ക് യു.